ഹലോ കുട്ടിമണീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതേ ഇന്ന് പുതിയൊരു ക്ലാസ്സാണ് കേട്ടോ. പുതിയൊരു ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും നാളും ഞാൻ ഹാൻഡ് എംബ്രോയിഡറി കാണിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. എൻ്റെ കടയുടെ ഉദ്ഘാടനവും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഞാൻ കാണിക്കുന്നത് നമ്മൾ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ക്രോഷ്യ എന്ന് പറയുന്നത്. ഞാനൊരു 2-3 വർഷമായിട്ട് ഇത് പഠിപ്പിക്കാൻ പോകുന്ന ഒരാളാണ് കേട്ടോ. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ ഇതിൽ കൊണ്ടുവന്ന് ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ കാണിക്കാം, എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങളെയും കൂടെ കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് ആദ്യം നമ്മൾ സ്ലിപ്പ് നോട്ട് പഠിക്കണം. സ്ലിപ്പ് നോട്ട് പഠിച്ചാലേ നമുക്ക് ബാക്കിയുള്ള എന്ത് കാര്യങ്ങളും നല്ല ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. സ്ലിപ്പ് നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഊരാ കൊടുക്കൂലേ, അതുപോലെ ആ ചെറിയ വശം നമ്മളെ കയ്യിൽ നല്ല ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് വലിയ വശം നമ്മൾ വിരലിൽ ഒന്ന് ചുറ്റി കൊടുക്കുക, നൂലിൻ്റെ ചുറ്റി കൊടുത്ത് ആ ലൂപ്പ് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. അഴിച്ചെടുക്കാൻ പറ്റിയാലേ അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ആ ലൂപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ത്രെഡ് നമ്മൾ 2 വിരൽ കൊണ്ടിട്ട് പതുക്കൊന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ചെയ്യുന്ന വശം എപ്പോഴും ടൈറ്റായിട്ടിരിക്കും. നല്ല ടൈറ്റായിട്ടിരുന്നാലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നൂല് വലിക്കുമ്പോൾ ലൂപ്പ് ചെറുതാവും, സൂചി വലിക്കുമ്പോൾ ലൂസാകും. നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ലൂപ്പ് ടൈറ്റാക്കിയും ലൂസാക്കിയൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ സൂചിയുടെ അടിയിലാണ് നൂല്. പതുക്കെ നൂലെടുത്ത് നമ്മൾ ആ 2 വിരലുകൊണ്ട് നൂലെടുത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഒന്ന് സൂചി റൊട്ടേറ്റ് ചെയ്ത് ആ ഹോളിൽ കൂടെ തിരിച്ചു കൊണ്ടുവരാം. പിന്നെയും നമുക്കത് തന്നെ ചെയ്യാം കേട്ടോ. ആ ലൂപ്പ് അങ്ങ് നല്ല ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ നമുക്കൊന്നുകൂടെ ഒന്ന് ചുറ്റുക. ഇതുപോലെ അങ്ങോട്ട് പതുക്കെ നല്ല ടൈറ്റായിരുന്നാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. എത്രത്തോളം ടൈറ്റായി ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഹുക്കും നൂലും ടൈറ്റ് ചെയ്ത് പിടിക്കുക. നമ്മുടെ ലൂപ്പ് അത്യാവശ്യം ലൂസിൽ വെച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് ഒരു ഫൗണ്ടേഷനൊക്കെ ചെയ്യുന്നത് പോലെയാണ് ചെയിൻ സ്റ്റിച്ച്. എന്ത് സംഭവം ചെയ്യണമെന്നുണ്ടെങ്കിലും ചെയിൻ സ്റ്റിച്ച് വേണം. അപ്പോൾ ഒരു അടിത്തറ ചെയ്യുന്നത് പോലെ ഈ ചെയിൻ സ്റ്റിച്ച് നന്നായിട്ടിരുന്നാലേ അടുത്ത സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. ഈ ചെയിൻ സ്റ്റിച്ചിൽ വേണം നമുക്കിനി ഒരു സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ചെയിൻ സ്റ്റിച്ചിൽ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ഭംഗിയില്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഒരു ഭംഗിയും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഭംഗിയായിട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കൂട്ടുകാരെ നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക.